ഏതാണ്ട് മരിച്ച മനുഷ്യനെ പോലെ. അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ അനുശോചന യോഗത്തിൽ ആരെങ്കിലും പറയൂ? മര്യാദകേടല്ലേ? ആ മര്യാദകേടാണ് CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PP ദിവ്യ കാണിച്ചതെന്നുള്ളത് സ്പഷ്ടമാണ്. അവിടെ കയറി വരിക മാത്രമല്ല, അവരൊരു വീഡിയോ ടീമിനെ ഒപ്പം കൂടി. വീഡിയോ ടീം എന്ന് പറഞ്ഞാൽ അവരെ ജില്ല മുഴുവൻ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് വരിക്കാരുണ്ട്. അങ്ങനെ ഒരു ചാനലിനെ കൊണ്ടുവന്ന് അത് മുഴുവൻ തൻ്റെ ഈ പ്രസംഗം കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അസ്വാഭാവികമായിട്ടൊരു നടപടിയാണ്. അദ്ദേഹത്തിനെതിരെ നടത്തിയ ഇവരുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചത് ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു, ഇനി പോകുന്ന സ്ഥലത്ത് ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലാക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട അതുപോലെ തന്നെ ചെങ്ങന്നൂർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഈ വീഡിയോ വ്യാപകമായിട്ടുള്ള തോതിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. അപ്പൊ ഈ വിവാദങ്ങൾ കേൾക്കാൻ വേണ്ടി കാതോർപ്പിച്ചിരിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അഡിക്റ്റുകളായിട്ടിരിക്കുന്നത്. അപ്പൊ അതുവഴി ഇത് വലിയൊരു പകർച്ചവ്യാധി പോലെ വൈറലായിട്ട് പടർന്നു. വീട്ടിൽ പറഞ്ഞു. വീട്ടില് ഇതുവരെ സത്യസന്ധരായിട്ടിരുന്ന 5 പൈസയ്ക്ക് കൈക്കൂലി വാങ്ങിക്കാത്ത എന്ന് പേര് കേട്ട ഒരാൾ വീട് വിട്ട് സ്ഥലം മാറ്റമായി പോയപ്പോൾ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ഈ പ്രചാരണം നിമിത്തം വളരെയധികം അവരെ അപമാനിതരായിട്ട് തീർന്നു. മാനസിക പീഡയുണ്ടായി. അപ്പൊ ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ട് കടന്നു കയറും എന്നുള്ളൊരു ആധി വിരമിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോകുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് വിരമിക്കുകയാണ്, മറ്റൊരിടത്ത് ചാർജ് എടുക്കുകയാണ്, ശരിയാണ്. പക്ഷേ ഇത് വലിയൊരു സംഘർഷം. വളരെ ലോലമനസ്കനായിട്ടൊരു വ്യക്തിക്ക്, അല്ലാത്തവന് ഞാൻ കക്കും മൂട്ടിക്കും ഒരു കുഴപ്പമില്ല. ഉദാഹരണം പിണറായി വിജയൻ. നിങ്ങൾ എന്ത് ചെയ്യും? ധിക്കാരപരമായിട്ട് എൻ്റെ പാർട്ടി അണികളെ ഉപയോഗിച്ച് നിങ്ങളെ പേടിപ്പിക്കും. ആ ശ്രമം നടക്കുന്നത്. അങ്ങനെ പിണറായി വിജയന്റെ മനസ്സും അതിൻ്റെ ശക്തിയും ഇല്ലാത്ത ഒരു പാവം മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ പോംവഴികളില്ലായിരുന്നു. നമ്മൾ റെയിൽവേ ട്രാക്കിൽ കണ്ട വീഡിയോയിൽ തന്നെ പലതവണ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഈ ഹാംലെറ്റ് എന്ന കൃതിയിലെ ഹാംലെറ്റ് രാജകുമാരനെ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ഒരു മട്ടിൽ ആകെ ചിന്താക്കുഴപ്പം ബാധിച്ചിരിക്കുകയും ചെയ്തു. ആരും ഉണ്ടായില്ല അദ്ദേഹത്തിന് ആശ്വാസവാക്കണയ്ക്കാൻ. വീട്ടിലോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം ഒരു പെണ്ണ് എങ്ങനെ പീഡനത്തിനിരയാവുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ഇത് പറയാനും മടിക്കുമോ? അതുപോലെ ഒരു പീഡനം അത്തന് നവീൻ ബാബു PP ദിവ്യയുടെ വാക്കുകളാൽ വിധേയനായി എന്നുള്ളതാണ് പരമാർത്ഥം എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള വളരെ വളരെ അന്യായമായ കാര്യങ്ങൾ തുടർന്ന് പടിപടിയായിട്ട് നടന്നു.